കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായ അയ്യങ്കാളിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. കേരള PSC പരീക്ഷകൾ ആവർത്തിച്ച് ചോദിക്കുന്ന വിഷയമായതിനാൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഈ അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് കേട്ടോ. അപ്പോൾ അതിലാദ്യത്തെ വ്യക്തി അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കാം. അയ്യങ്കാളി ജനിച്ചത് പെരുങ്കാട്ടുവിള, അതായത് വെങ്ങാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പെരുങ്കാട്ടുവിളയിലാണ്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് പ്ലാവറത്തറ വീട് എന്നാണ് വീട്ടുപേര്. ബാല്യകാലത്ത് കാളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ഇദ്ദേഹം ജനിച്ചത് 1861 ഓഗസ്റ്റ് 28 ആയതിനാൽ ഓഗസ്റ്റ് 28 നമ്മൾ അയ്യങ്കാളി ജയന്തിയായിട്ട് ആഘോഷിച്ചു പോരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് സദാനന്ദ സ്വാമികളാണ്. അയ്യങ്കാളി മരിക്കുന്നത് 1941 ജൂൺ 18. 1863 ഓഗസ്റ്റ് 28 ജനിച്ചിട്ട് 1941 ജൂൺ 18 അദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹത്തെ പുലയരാജ എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അധസ്ഥിതരുടെ പടത്തലവനെന്നും, അതുമാത്രമല്ല ഈ നവോത്ഥാന നായകന്മാർക്കിടയിൽ ഇദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ടായിരുന്നു, യജമാനൻ. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവും അയ്യങ്കാളിയായിരുന്നു. ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായിട്ട് വിശേഷിപ്പിച്ചത് നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയെയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിന് മുന്നിൽ മഹാത്മാ എന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേർത്ത ഏക സാമൂഹ്യ പരിഷ്കർത്താവാണ്, കേരളത്തിലെ ഏക സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നിരക്ഷരനായിരുന്നു പുള്ളിക്കാരൻ, ഭയങ്കര നിരക്ഷരനായിരുന്നു. അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോൾ പറയും. അതുപോലെ തന്നെ ആശാൻ കളരി എന്ന കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. അപ്പോൾ പുള്ളി നിരക്ഷരനായിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കിട്ടണം എന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആശാൻ കളരി എന്ന് പറഞ്ഞൊരു കുടിപ്പള്ളിക്കൂടം 1905 വെങ്ങാനൂർ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്താണ് സ്ഥാപിച്ചത്. കേരളത്തിലെ അധകൃത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ്. അപ്പോൾ ഈ ആശാൻ കളരി 1905 സ്ഥാപിച്ചില്ലേ, അതാണ് അധകൃത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന ആദ്യത്തെ വിദ്യാലയം കേരളത്തിലത്. വിദ്യ നേടുക, സംഘടിക്കുക എന്ന് പറയുന്ന അയ്യങ്കാളിയുടെ ആഹ്വാനങ്ങളിലൊന്നായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം കൂടുതലും വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. നിരക്ഷരനായിരുന്നുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് ഭയങ്കരമായ ആഗ്രഹമാണ്, പ്രത്യേകിച്ച് അധകൃത ജനവിഭാഗങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ കളകൾ വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ എല്ലാവരെയും കള പറിക്കുക അങ്ങനെയൊക്കെയുള്ള സാധാ കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ അല്ലേ വിളിക്കുന്നത്. അപ്പോൾ അതവർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഗാന്ധിജി ഇതുപോലൊരു അഭിപ്രായം അയ്യങ്കാളി ഗാന്ധിജിയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽ നിന്ന് 10 പേരെങ്കിലും അദ്ദേഹത്തിന് BA-ക്കാരായി കാണണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഗാന്ധിജി മഹാത്മാഗാന്ധിയോടാണ് പറയുന്നത്, എൻ്റെ സമുദായത്തിൽ നിന്ന് 10 പേരെങ്കിലും BA-ക്കാരായി കാണണം. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. പുലയരാജ എന്ന് ഗാന്ധിജി, മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് EK നായനാരാണ്, മറന്നുപോകരുതേ. അധസ്ഥിതർക്ക് പൊതുവഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമുറയാണ് വില്ലുവണ്ടി യാത്ര. അപ്പോൾ 1893 വില്ലുവണ്ടി യാത്ര നടക്കുന്നത്, പൊതുവഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. പക്ഷേ അതിനൊക്കെ ശേഷമാണ് സ്കൂൾ തുടങ്ങുന്നത്, ആശാൻ കുടിപ്പള്ളിക്കൂടം തുടങ്ങുന്നത്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. രണ്ടും തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. വില്ലുവണ്ടി യാത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തുള്ള ചെറായിയിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ബാലരാമപുരം ചാലിയത്തെരുവ് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തതും അയ്യങ്കാളി തന്നെയായിരുന്നു. അപ്പം ആദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങിയത്, പിന്നെയാണ് പതിയെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ മാറിയത്. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനായിരുന്നു അയ്യങ്കാളി. 1911 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി.
തുടർച്ചയായിട്ട് 28 വർഷം അവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന 28 വർഷം ഇരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യങ്കാളി ശ്രീമൂല പ്രജാസഭയിൽ പ്രവേശിക്കുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉന്നുടയ ചിത്രം രാജാക്കൾ വൈക്കിറേൻ ശ്രീമൂലം സഭയിലും ഉനക്ക് പോകല എന്ന് അയ്യങ്കാളിയോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് അയ്യങ്കാളിയുടെ ഗുരുവായ തൈക്കാടയ്യ. അയ്യങ്കാളിയുടെ ഗുരുവായ തൈക്കാടയ്യ നിൻ്റെ ചിത്രം വയ്ക്കുന്നതിന് എല്ലാവരും വയ്ക്കും, രാജാക്കൾ വയ്ക്കുന്നതിന് മുന്നേ ശ്രീമൂലം സഭയിൽ നിനക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ തൈക്കാടയ്യയാണ്. കേരളത്തിലെ ആദ്യ സംഘടിത കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്തതും അയ്യങ്കാളിയാണ്. കണ്ടല ലഹളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. 1910 കണ്ടല ലഹള നടക്കുന്നത്. 11 ശ്രീമൂലം പ്രജാസഭ അംഗമായി. ഗാന്ധിജി അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിക്കുന്നത് 1937 വെങ്ങാനൂർ വന്നാണ് സന്ദർശിക്കുന്നത്. ഗാന്ധിജി അയ്യങ്കാളിയെ കാണാൻ 1937 വെങ്ങാനൂരിൽ വന്ന്. അതുപോലെ തന്നെ സവർണ വിഭാഗത്തിൽപ്പെട്ട പഞ്ചമി എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞാണ് അയ്യങ്കാളിയുടെ ആവശ്യത്തെ സവർണർ എതിർത്തതിനെ തുടർന്നാണ് സ്കൂളുകളൊക്കെ തുടങ്ങണം എന്നുള്ളൊരു ഇത് അയ്യങ്കാളിക്ക് വരുന്നത്. അതുപോലെ തന്നെ ദളിത് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലുകൾ ആരംഭിച്ചതും അയ്യങ്കാളിയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ പട്ടികജാതി പട്ടികവർഗം വികസന കോർപ്പറേഷനൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്, തൃശ്ശൂരിലാണ്. അയ്യങ്കാളി തപാൽ സ്റ്റാമ്പിൽ വന്നത് 2002 തപാൽ സ്റ്റാമ്പിൽ വന്ന 2002 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു. നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010. അതുപോലെ തന്നെ അയ്യങ്കാളി സ്ഥാപിച്ചൊരു സംഘടനയാണ് സാധുജന പരിപാലന സംഘം. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അത് കാര്യമെന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ മാത്രമേ പണിയെടുക്കൂ എന്നും ആഴ്ചയിൽ 7 ദിവസമുള്ള ജോലി രീതി മാറ്റി 6 ദിവസമാക്കണമെന്നും ഞായറാഴ്ച വിശ്രമത്തിന് അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ട ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു സാധുജന പരിപാലന സംഘം. അപ്പോൾ അതിലാണ് 8 മണിക്കൂർ ജോലി, 6 ദിവസം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരാൻ തുടങ്ങിയത്. ഈ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ നമ്മുടെ SNDP ആണ്. SNDP ആവുന്നതിന് മുന്നേ അത് ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം എന്നായിരുന്നു. അപ്പം അതിൻ്റെ ഇനി സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് സാധുജന പരിപാലിനി എന്നറിയപ്പെടുന്നത്. സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലനെ പ്രസിദ്ധീകരിച്ചു വന്നത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ പത്രമാണത്. സാധുജന പരിപാലനി 1913 തുടങ്ങിയത്. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി 1938 മുതലാണ്. 37 ഗാന്ധിജി കാണാൻ വന്നു. 38 മുതൽ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നാക്കി. സാധുജന പരിപാലന സംഘം സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിൽ പിന്നീട് ചേർന്നു. അത് 1942. ഇതിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു ലഹളയാണ് 90-ാം ആണ്ട് ലഹള. 1915 കൊല്ലവർഷം 1990 നടന്നതാണ്. ഇതിനെ ഉരുട്ടമ്പല ലഹള, പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കല്ലുമാല സമരം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവമാണ്. സാധുജന പരിപാലന സംഘം മറക്കൽ, 90-ാം ആണ്ട് ലഹള, കല്ലുമാല സമരം, ഇതെല്ലാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടാണ്. കല്ലുമാല പ്രക്ഷോഭം നടത്തിയത് 1915 ഒക്ടോബർ 24 ഇതിന് പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ കമ്മാൻകുളം എന്ന് പറയുന്ന സ്ഥലം ഈ കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി കുറച്ച് പുസ്തകങ്ങളുണ്ട്, അത് രചിച്ചതായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് മീന കന്ദസ്വാമി M. നിസാറോട് ചേർന്ന്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്, മീന കന്ദസ്വാമി ആൻഡ് M. നിസാർ.
അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന കൃതി രചിച്ചത് THP ചെന്താരശ്ശേരി. ഇനി അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ്, തിരുവനന്തപുരം വെള്ളയമ്പലം. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഇസ്ര ഡേവിഡ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളവരാണ് ഇസ്ര ഡേവിഡ്. അയ്യങ്കാളിയുടെ ശവകുടീരം ചിത്രകൂടം, പാഞ്ചജന്യം, ബെങ്ങാനൂരിലെ പാഞ്ചജന്യത്തിലാണ്. അത് മാത്രമല്ല, നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ് കേട്ടോ. ഞാനിതാ പുലയന് ശിവനെ പ്രതിഷ്ഠിക്കുന്നു, ഇതൊക്കെ പറഞ്ഞ അയ്യങ്കാളിയാണ്. ഇനി ഇതിലെ കുറച്ച് മേജർ പോയിൻറ്റ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. 1907 സാധുജന പരിപാലന സംഘം, 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നാക്കാൻ തുടങ്ങി. തിരുവിതാംകൂർ പുലയ മഹാസഭയിൽ ചേർന്ന 1942 1915 90-ാം ആണ്ട് ലഹള, 15 ഒക്ടോബർ 14 കല്ലുമാല സമരം, 1937 അയ്യങ്കാളിയെ കണ്ടു. കണ്ടല ലഹള വന്നത് 1910. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ് 2010. 2002 പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങി. ശ്രീമൂലം പ്രജാസഭയിൽ 1911. 1863 ഓഗസ്റ്റ് 28 ജനനം, 1941 ജൂൺ 18 മരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് അയ്യങ്കാളിയെക്കുറിച്ചുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി എക്സാംസ് എഴുതുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.